ഹായ് ഹലോ ഡിയേഴ്സ്, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമാണെന്നൊക്കെ കരുതുന്നു. ഇന്നത്തേത് ഒരു ഡെയിലി വ്ളോഗാണ്. രാവിലെ തൊട്ട് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് വ്ളോഗാണ്. ഇഷ്ടമായാലും എല്ലാവരും ഫുള്ളൊന്ന് കണ്ടു നോക്കണം. അതുപോലെ നമ്മുടെ ചാനൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതാ രാവിലത്തെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് സ്കൂളുള്ള ദിവസമാണ്. അതുകൊണ്ട് തന്നെ രാവിലെ ലഞ്ച് ബോക്സൊക്കെ പ്രിപ്പയർ ചെയ്യണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആകണം. അപ്പോൾ ഇതാ രാവിലെ കിച്ചണിൽ കയറിയിട്ട് ആദ്യം തന്നെ ഫ്രീസറിൽ കുറച്ച് ബീഫ് ഇരിപ്പുണ്ടായിരുന്നു. അതെടുത്ത് ഇതാ വെള്ളം ഒഴിച്ചിടുകയാണ്. അപ്പോൾ ബീഫ് കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞുങ്ങൾക്ക് എന്ത് കൊടുത്തു വിടണം എന്നിങ്ങനെ രാത്രി പ്ലാൻ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ കൊടുത്ത് ഇടിയപ്പം ഉണ്ടാക്കിയാലോ എന്ന്. അപ്പോഴാണ് എടുത്തത് പാലപ്പത്തിന് മാവ് ഇരിപ്പുണ്ട്. പിന്നെ ഇടിയപ്പത്തിന് ആവശ്യമില്ലല്ലോ. അപ്പം ബീഫ് കറിയും വെച്ച് കുഞ്ഞുങ്ങൾക്ക് ചോറ് വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇതാ ഞാൻ ബീഫ് കുറച്ച് വെള്ളത്തിലിട്ടു. കുറച്ച് ഉപ്പൂടിയിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിലത്ത് കിട്ടുമല്ലോ. പിന്നെ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് മോൻ്റെ പിറന്നാളാണ് കേട്ടോ. അവന് 7 വയസ്സായി. അപ്പോൾ തലേ ദിവസം ഞങ്ങൾ രാത്രി 12 മണിക്ക് തന്നെ ഇന്ന് രാത്രിയിൽ വെളുപ്പിനെ 12 മണിക്ക് തന്നെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞിട്ട് ലേറ്റായിട്ടാണ് കിടന്നത്. അതുകൊണ്ട് രാവിലെ ഒരു ഉഷാറൊന്നും ഇല്ല. അപ്പോൾ ഇതാ കേക്ക് കട്ട് ചെയ്തതിൻ്റെ ബോക്സൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ക്ലീൻ ചെയ്ത് വെളിയിൽ കൊണ്ട് കളഞ്ഞു. പിന്നെ ഇതാ നമ്മൾ ബീഫിനുള്ള സവാള എടുത്തിട്ടുണ്ട്. സവാള തൊലിയൊക്കെ കളഞ്ഞിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോഴാണ് അടുത്തത് അരി ഇട്ടില്ലല്ലോ, ചോറ് കൊടുത്തു വിടാമെന്ന് പെട്ടെന്നൊരു പ്ലാനിങ് ആയിരുന്നു. പിന്നെ അല്ലെങ്കിൽ ഞാൻ രാവിലെ എണീറ്റ് വന്നത് കുക്കറങ്ങ് അടുപ്പിൽ ഒഴിച്ച് വെക്കുക, ചോറങ്ങ് വെക്കും കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് ഞാൻ കുക്കറിൽ വെള്ളം എടുത്ത് അത് അടുപ്പിൽ വെച്ച് കൊടുത്തു. കുത്തരി ചോറാണേ. കുത്തരി ഇതാ കഴുകിയെടുക്കുകയാണ്. മക്കൾക്കുള്ള അരി മാത്രമേ ഇടത്തുള്ളൂ, നമുക്കുള്ളത് പിന്നെ ഇടാം. പെട്ടെന്ന് വെന്ത് പോകുന്നതുകൊണ്ട് തന്നെ വെന്ത ചോറാകുമ്പം ഇവിടെ അധികം ആൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ മക്കൾക്കുള്ളത് മാത്രം കുക്കറിൽ വേവിച്ചെടുക്കും. പിന്നെ നമുക്കുള്ളത് കലത്തിലിട്ട് വേവിക്കും. അപ്പോൾ ഇതാ കുഞ്ഞുങ്ങൾക്കുള്ള കുറച്ചരി ഒന്ന് കഴുകി ഇതാ കുക്കറിലിട്ട് കൊടുത്തു. എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് സിമ്മിലിട്ട് ഒരു അരമണിക്കൂർ വേവിച്ചെടുക്കുവേ. അപ്പം ചോറ് നന്നായിട്ട് വെന്ത് കിട്ടും. ഒരുപാട് വെന്ത് ഉടഞ്ഞും പോകത്തില്ല, എങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ഇതാ നമ്മുടെ അരി അവിടെ കിടന്ന് വേകട്ടെ. നന്നായിട്ട് തിളച്ചതിന് ശേഷം ഒരു വിസിൽ വന്നതിന് ശേഷം കുറച്ചിടുവേ. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ ഞാൻ ഓർത്തു ഇന്ന് എന്ത് തോരൻ കൊടുത്തു വിടുമെന്ന് ഓർത്തപ്പം പച്ചക്കറി ഒന്നും കണ്ടില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തു നമ്മുടെ പറമ്പിലിറങ്ങിയിട്ട് കുറച്ച് ചീരച്ചേമ്പ് പറിച്ചിട്ട് അതിൻ്റെ തണ്ടും ചേമ്പലെല്ലാം കൂടെ തോരൻ വയ്ക്കാമെന്ന്. അങ്ങനെ ഇതാ ചേമ്പലയൊക്കെ വളർന്ന് നിൽപ്പുണ്ടായിരുന്നു. അത് കുറച്ച് തണ്ടോടുകൂടി തന്നെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് അതിൻ്റെ തണ്ട് വേറെയും ഇല വേറെയൊക്കെ ആയിട്ട് നന്നായിട്ട് കഴുകിയെടുക്കണ്ടേ. അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ തണ്ടിൽ നിന്നും അതിൻ്റെ ഒരു അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു, സ്കിന്നൊക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കളഞ്ഞിട്ട് എല്ലാം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുകയാണ്. ഈ തോരൻ ചേമ്പെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇലയുടെ സൈഡ് ഇത് അതുപോലെ നല്ല ഡിസൈനായിട്ടിരിക്കും. ഇങ്ങനെ വളഞ്ഞിരിക്കുകയില്ല. അതുപോലെ നടുക്ക് കുറച്ച് കുഴിഞ്ഞും ഇരിക്കും. ഇത് കണ്ടോ, ഇതുപോലെ. ഇതാണ് നമ്മൾ തോരൻ വെക്കുന്ന ചേമ്പല. വേറെ ചേമ്പലയൊക്കെ ഉണ്ട്, അതൊക്കെ തോരൻ വെച്ചാൽ ചൊറിയും കേട്ടോ. അപ്പോൾ ഈ ഒരു ചേമ്പല മാത്രമേ തോരൻ വെക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ചേമ്പല കണ്ടു വെച്ചോളൂ കേട്ടോ. ഇതുപോലെ ഇരിക്കും. എന്നിട്ട് നടുക്കൊരു കുഴിവും കാണും, ഇലയുടെ സെൻറ്റർ പൊസിഷനിൽ കുഴിവ് കാണും. അതുപോലെ തന്നെ നല്ല സൈഡൊക്കെ നല്ല വളഞ്ഞ് ഡിസൈനായിട്ടിരിക്കും. അപ്പോൾ ഈ ഇലയാണ് നമ്മൾ തോരൻ വെക്കാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. വേറെ ചേമ്പലും ഉണ്ട്, അത് ചൊറിയും തോരൻ വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അത് ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ തോരൻ വെക്കാനായിട്ട്, ഇല എടുക്കാനായിട്ട്. ഇത് വീട്ടിൽ നിന്ന് അമ്മച്ചി ഇത് ചട്ടിയിൽ കവറിലാക്കിയിട്ട് പിടിപ്പിച്ച് തന്നു വിട്ടതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് നിൽക്കാതെ മണ്ണിൽ വെച്ചതാണ്. നമ്മുടെ മണ്ണിൽ തന്നെ വെച്ചു. അത് കുറേ ഉണ്ടാവുമല്ലോ. നമ്മളിങ്ങനെ ബാഗിൽ വെക്കുന്നതിന് നല്ലത് മണ്ണിൽ വെക്കുന്നതാണ്. അങ്ങനെ ഇലയും തണ്ടുമൊക്കെ കഴുകി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം ബീഫൊക്കെ നന്നായിട്ട് അലുത്തി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചു ബീഫൊക്കെ. എന്നിട്ട് നമ്മൾ പൊടികളൊന്ന് വറുത്തെടുക്കുകയാണ്. ഒരു പാൻ വെച്ച് മുളക് പൊടിയും കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് മീറ്റ് മസാല എല്ലാം കൂടി ഇട്ട് കൊടുത്തിട്ട്, ഗരം മസാല തീർന്നിരിക്കുകയാണേ. അല്ലെങ്കിൽ ഗരം മസാല ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മീറ്റ് മസാല. ഞാൻ മീറ്റ് മസാലയാണ് ഇട്ട് കൊടുത്തേക്കുന്നത്. മുളക് പൊടിയേക്കാളും കൂടുതൽ മല്ലിപ്പൊടി എടുക്കണം ബീഫിന്, അതാണ് നല്ലത്. അപ്പം പൊടികളൊക്കെ ഒന്ന് വറുത്ത് വെച്ചു കേട്ടോ. കുറഞ്ഞ തീയിലിട്ടിട്ട് ഒന്ന് നന്നായിട്ട് വറുത്ത് വെച്ചു. പൊടികളുടെ കളറൊക്കെ നന്നായിട്ട് മാറി കിട്ടണം, അപ്പോൾ ബീഫിന് നല്ല കളർ കിട്ടും. എന്നിട്ട് ഞാൻ ബീഫൊക്കെ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3-4 വെള്ളത്തിൽ കഴുകിയെടുത്തേ ആ ചോരമയം പോകുന്നിടം വരെ കഴുകിയെടുത്തു. എന്നിട്ട് ഞാൻ കുക്കറിൽ അങ്ങനെ ഇട്ട് കൊടുത്തു. വെള്ളമൊന്നും കളയാൻ നിന്നില്ല, പ്രത്യേകിച്ച് ഇനി വെള്ളം ഒഴിക്കണ്ടല്ലോ. അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളത്തോട് കൂടി പിഴിഞ്ഞങ്ങ് ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുത്തു. പിന്നെ വറുത്ത് വെച്ചിട്ടുള്ള പൊടി ഇട്ട് കൊടുത്തു. പൊടികൾ നല്ല കളറായി കിട്ടണമെങ്കിൽ ഇതുപോലെ ഒന്ന് വറുത്തിട്ട് കൊടുക്കണേ.
പിന്നെ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കറിയും കൂടെയാണ് ഇത് കേട്ടോ. സവോളയൊന്നും വഴറ്റാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു ബീഫ് കറിയാണ്. അതുകൊണ്ടാണ് പൊടികൾ വറുത്ത് ചേർത്തത്. അങ്ങനെ ഇതെല്ലാം ഇട്ട് കൊടുത്തു, പൊടികളിട്ട് കൊടുത്തു. ഇനി നമുക്ക് എരിവിന് ആവശ്യത്തിന് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 വലിയ പച്ചമുളകാണ് ചേർക്കുന്നത്. കുക്കറിലൊക്കെ വേവിക്കുമ്പോഴത്തേനും ആ പച്ചമുളകിൻ്റെ ആ ഒരു എരിവൊക്കെ നന്നായിട്ട് ഇറങ്ങും. അതുകൊണ്ട് 2 വലിയ പച്ചമുളക് ചേർത്ത് കൊടുത്തു. അപ്പോഴാണ് കറിവേപ്പില എടുക്കാൻ മറന്നുപോയി. പിന്നെ മോള് വന്ന സമയത്ത്, അടുക്കളയിലോട്ട് വന്ന സമയത്ത് അവളോട് പറഞ്ഞു 2-3 കറിവേപ്പിൻ്റെ തണ്ട് പറിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവളെ പറഞ്ഞു വിട്ട് ഇതാ കറിവേപ്പില പറിച്ചെടുത്തു. അതുകൂടെ കഴുകിയിട്ട് കൊടുത്തു. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് അതിവിടെ ഫ്രിഡ്ജിലാക്കി വെക്കും എപ്പോഴും കേട്ടോ. അതാകുമ്പോൾ എളുപ്പത്തിൽ ഇങ്ങനെ കറികൾക്ക് ചേർക്കാമല്ലോ. മീൻ കറിക്കാണെങ്കിലും ഇതുപോലെ ബീഫിനോ ചിക്കനോ ഒക്കെ പെട്ടെന്ന് ചേർക്കാൻ വേണ്ടി ഇങ്ങനെ ചതച്ച് വെച്ചേക്കും. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് കുറച്ച് വെള്ളം ഇതിൽ നിന്നുണ്ട്, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി കിട്ടും. പിന്നെ അഥവാ വെള്ളം അടിവെള്ളം പിടിച്ചാലോ, രാവിലെ സമയം പോയതുകൊണ്ട് തന്നെ തീ കൂട്ടി വെച്ചിട്ട് വേവിക്കണം. അല്ലെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല, ബീഫിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി കിട്ടും. നമ്മൾ വെള്ളം ഒഴിക്കാതെയല്ലേ, നമ്മൾ വെള്ളം കളയാതെയല്ലേ ബീഫ് ഇട്ട് കൊടുത്തത്. എങ്കിലും ഞാൻ പിന്നെ കുറച്ച് വെള്ളം കൂടെ അങ്ങ് ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ്, പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ഇതാ ഗ്യാസിലേക്ക് ബീഫ് വെച്ച് കൊടുത്ത് അത് അവിടെ കിടന്ന് വേകട്ടെ. നമ്മുടെ ചോറും അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. കുറച്ചും കൂടെ വെന്താൽ മതി കേട്ടോ ചോറും. അപ്പോൾ ഇതാണ്ടോ നന്നായിട്ട് ചോറും വെന്ത് കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചീര ഒന്ന് അരിഞ്ഞെടുക്കണം. ഞാൻ കത്തി എവിടെ കൊണ്ട് വെച്ചെന്ന് മറന്നുപോയി കേട്ടോ. പിന്നെ കുറേ നേരം തപ്പിയതിന് ശേഷം നമ്മൾ നേരത്തെ ചീരത്തണ്ടൊക്കെ വൃത്തിയാക്കിയില്ലേ, ആ സമയത്ത് അതിൻ്റെ അകത്തോട്ട് കത്തി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കത്തിയൊക്കെ ഒന്ന് തപ്പി പിടിച്ചു. രാവിലെ അല്ലെങ്കിൽ ഈ കത്തി എന്ന് പറഞ്ഞ സാധനം നമ്മൾ എവിടെയെങ്കിലും ഒന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കാണുകയില്ല, പിന്നെ അങ്ങ് തപ്പിയെടുക്കണം. എല്ലാ വീടുകളിലും അങ്ങനെയൊക്കെ ആയിരിക്കും അല്ലേ. എന്തായാലും ഇവിടെ അങ്ങനെ കേട്ടോ, കത്തി കയ്യിൽ നിന്ന് താത്ത് കഴിഞ്ഞാൽ പിന്നെ കിട്ടത്തില്ല. പിന്നെ എന്തായാലും നമ്മൾ തന്നെ എവിടെയെങ്കിലും കൊണ്ട് വെക്കുന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ചീരച്ചേമ്പിൻ്റെ തണ്ടിൻ്റെ ഇടയിൽ നിന്ന് കത്തി കണ്ടുപിടിച്ചു. അങ്ങനെ ഇതാ നമ്മൾ തണ്ടും ഇലയൊക്കെ അരിഞ്ഞെടുത്തു. ഞാൻ കുറച്ച് മാത്രമേ, ഇപ്പോൾ രാവിലെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്തുവിടാൻ ഉള്ളത് മാത്രമേ അരിഞ്ഞെടുക്കുന്നുള്ള സമയം പോയി കേട്ടോ, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് അരിഞ്ഞെടുക്കട്ടെ. അങ്ങനെ ചേമ്പലയും തണ്ടും ഒക്കെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തു. ഇനിയിപ്പം തോരൻ വെക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഇതാ ഞാനൊരു പാൻ എടുത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് എന്നിട്ട് കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് നമ്മൾ തേങ്ങ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. തേങ്ങയും കുറച്ച് കാന്താരി അല്ലെങ്കിൽ പച്ചമുളക്, പിന്നെ ചെറിയ ഉള്ളി 2-3 കഷ്ണം, മഞ്ഞൾപ്പൊടി, അതെല്ലാം കൂടി ഇട്ടൊന്ന് ഒതുക്കിയെടുത്തു. അപ്പോൾ തേങ്ങ ഇതുപോലെ ഒതുക്കിയെടുത്തിട്ട് ആ താളിച്ചെടുത്ത വെളിച്ചെണ്ണയും കടുകും താളിച്ചില്ലേ, അതിലേക്ക് നമ്മൾ ഒതുക്കിയെടുത്ത് അരപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് തേങ്ങയുടെ മഞ്ഞൾപ്പൊടിയുടെ ഒക്കെ പച്ച ചവയൊന്ന് മാറുന്നേരം വരെ മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ആ ഒരു ചേമ്പലയും തണ്ടും എല്ലാം കൂടി ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് ഇവിടെ കിടന്ന് വെന്തോളുക, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. സിമ്മിലിട്ട് വേവിക്കണം. നമ്മൾ തേങ്ങ ഇട്ടുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കും. അതുകൊണ്ട് വെള്ളം ഇറങ്ങുന്നിടം വരെ സിമ്മിലിട്ട് വേവിക്കാം. എന്നിട്ട് വെള്ളം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് വെച്ചിട്ട് വെള്ളം വറ്റിച്ചെടുക്കാതെ, വെള്ളം ഉണ്ടെങ്കിൽ ചേമ്പലയിൽ അധികം വെള്ളമൊന്നും പിടിക്കാത്തതുകൊണ്ട് തന്നെ വെള്ളം കാണത്തില്ല. അപ്പോൾ ഇതാ നമ്മൾ ചേമ്പല അവിടെ ഇരുന്ന് വേകുന്നുണ്ട്. ആ സമയം കൊണ്ട് ഇത് പാലപ്പം ഒന്ന് ചുട്ടെടുക്കുകയാണ്. ഫസ്റ്റത്തെ പാലപ്പം ചുട്ടെടുക്കുമ്പോൾ വിട്ട് കിട്ടാൻ പാടാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതാ നമ്മുടെ അപ്പത്തിൻ്റെ മാവ് ഒഴിച്ച് ചുറ്റിച്ചെടുത്തു. അപ്പോൾ നല്ല അടിപൊളി പാലപ്പം റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ബീഫ് കറി ഒന്ന് ഞാൻ തുറന്ന് നോക്കിയേ, അപ്പോൾ നന്നായിട്ട് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ ബീഫ് കുറച്ചുകൂടെ വേവാനുണ്ടായിരുന്നു. വീണ്ടും അടച്ച് വെച്ച് വേവിച്ചെടുത്തു. ഈ ബീഫ് കറിയിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടി ഇട്ടാൽ ഒന്നും കൂടെ ടേസ്റ്റ് ആവും. അപ്പോൾ രാവിലെ അതിനൊന്നും നേരെ ഇല്ലാഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ തേങ്ങാക്കൊത്തൊന്നും ഇട്ടില്ല. അപ്പോൾ നമുക്ക് നേരമൊക്കെ ഉള്ളവരാണെങ്കിൽ കുറച്ച് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ബീഫ് ഒന്നുകൂടി വിസിലാകാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ചീരത്തോരൻ ഇത് അടിപൊളിയായിട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചോറും കൂടെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും കൂടി ഞാനിതാ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. രാവിലെ എന്താ സൗണ്ടിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് കേട്ടോ, വോയിസ് ഓവർ കൊടുക്കുമ്പോഴത്തേക്കിനും. കഴിഞ്ഞ ദിവസം ഐസ്ക്രീം കുറച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ സൗണ്ടിന് കുറച്ച് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നു. പിന്നെ ഞാനിതാ ചോറൊക്കെ എടുത്ത് വയ്ക്കുകയാണ്, ലഞ്ച് ബോക്സൊക്കെ എടുത്ത് വയ്ക്കുകയാണ്. ഈ ലഞ്ച് ബോക്സ് നമ്മൾ മീഷോയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ, ഈ ഒരു കളങ്കളമുള്ള ലഞ്ച് ബോക്സ്. പിന്നെ മോൾക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് വന്നില്ല. പിന്നെ ഞാനങ്ങ് ഓർഡർ ചെയ്തുമില്ല. ഇനിയിപ്പോൾ ഇടയ്ക്ക് അവൾക്കും കൂടെ ഓർഡർ ചെയ്ത് മേടിക്കണം. അങ്ങനെ ആ ചോറെടുത്ത് വെച്ചു, ചീര തോരനെടുത്ത് വെച്ചു. കഴിഞ്ഞ ദിവസമല്ല തലേ ദിവസം ബീഫിൻ്റെ കരളും പതപ്പും എല്ലാം കൂടെ വരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചൂടാക്കി വെച്ചു. പിന്നെ നമ്മുടെ ബീഫ് കറി വെച്ച് കൊടുത്തു. അങ്ങനെ എല്ലാം പാക്ക് ചെയ്തെടുത്തു. അങ്ങനെ മക്കളൊക്കെ ഇതാ ഒരുങ്ങി ഇറങ്ങാൻ പോവുകയാണ്. ഇതാ കുഞ്ഞുങ്ങൾ പാലപ്പമൊക്കെ കഴിച്ചു, അപ്പവും കഴിച്ചു. പിന്നെ ചായ വെച്ച് കൊടുത്തായിരുന്നു, അതൊക്കെ കഴിച്ചു കുടിച്ചു.
അങ്ങനെ ഇതാ മക്കൾ ഇറങ്ങുകയാണ്. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേ എന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു, അപ്പോൾ അവൻ്റെ ബർത്ത്ഡേ ഡ്രസ്സാണിത്. അപ്പോൾ അതൊക്കെ ഇട്ട് അവൻ നല്ല സ്റ്റൈലായിട്ട് ഇറങ്ങിപ്പോവുകയാണ്. അങ്ങനെ ടാറ്റാക്കത്തെ മുമ്പിൽ കൊണ്ടുവിടാമോ എന്ന് ചോദിക്കുകയാണേ. അപ്പോൾ ഇതാ ഞാനും കൂടെ പെട്ടെന്ന് വഴിയിലോട്ട് കൊണ്ടുവിടുകയാണ്. നമ്മുടെ ഇവിടുന്ന് കുറച്ച് വെളിയിലോട്ട് കുറച്ച് വഴിയിൽ നിന്ന് കുറച്ചങ്ങ് ഇറങ്ങിപ്പോകണം കേട്ടോ. മക്കൾ ഓട്ടോ വരുന്ന സ്ഥലം, നമ്മുടെ വീട്ടിന് വാതിക്കൽ ഓട്ടോയും കാറും ഒക്കെ വരും. എങ്കിലും രാവിലെ സമയമില്ലാത്തതുകൊണ്ട് ഓട്ടോ ചേട്ടൻ പറഞ്ഞു വഴിയിലോട്ടൊന്ന് കൊണ്ടുവിടാമോ എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഞാൻ വഴിയിലോട്ട് എന്നും കൊണ്ടുവിടുവേ. കുറച്ചേ ഉള്ളൂ കേട്ടോ, കുറച്ച് ദൂരമുള്ളൂ നടക്കാനായിട്ട്. അപ്പം അതാ മക്കളെ കൊണ്ടുവിടുകയാണ്. ഓട്ടോ വന്ന് കിടപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുഞ്ഞുങ്ങൾ ഓട്ടോയിൽ കയറി സ്കൂളിലേക്ക് പോയത്. കയറി അങ്ങനെ രാവിലത്തെ വലിയൊരു യുദ്ധത്തിനൊക്കെ ശേഷം കുഞ്ഞുങ്ങളെ സ്കൂളിലേക്ക് പറഞ്ഞു വിട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതാ കിച്ചണിലേക്ക് കയറി. ഇപ്പോൾ രാവിലത്തെ പാലപ്പത്തിന് മാവ് കുറച്ചേ ഉള്ളായിരുന്നു. അപ്പോൾ രാവിലെ പെട്ടെന്ന് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് അരിപ്പൊട്ട് റെഡിയാക്കുകയാണ്. ഞങ്ങളിവിടെ ചോറും കൂടെ ഇതുപോലെ മിക്സിയിലിട്ട് അടിച്ചിട്ടാണ് പുട്ട് റെഡിയാക്കുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റ് പുട്ട് കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് അരിപ്പൊടി എടുത്തു. അതുപോലെ തന്നെ അത്രയും അതിൻ്റെ ക്വാണ്ടിറ്റി അതിലും കൂടുതൽ തന്നെ ചോറിട്ട് കൊടുക്കണം. 1 കപ്പ് അരിപ്പൊടിക്കാണെങ്കിൽ 1.5 കപ്പ് വരെയെങ്കിലും ചോറിട്ട് കൊടുക്കണം. അപ്പോൾ ഓരോ അരിപ്പൊടിയുടെ അളവനുസരിച്ച് ചോറിന് വ്യത്യാസം വരും. അപ്പം ഞാനിതാ ചോറും അരിപ്പൊടിയും കൂടെ മിക്സിയിലിട്ട് ആവശ്യത്തിന് ഉപ്പൂടിയിട്ട് അടിച്ചെടുത്തപ്പോഴത്തേക്കും കുറച്ച് കൂടുതലായിപ്പോയി ജാറിൽ. പിന്നെ ഞാനത് തിരിച്ചിട്ടിട്ട് രണ്ടായിട്ട് അടിച്ചെടുത്തപ്പം എല്ലായിടും ഒരുപോലെ കറക്റ്റായിട്ട് നനഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് അരിപ്പുട്ടിനുള്ള മാവ് റെഡിയാക്കി വെച്ചു. അത് കഴിഞ്ഞപ്പോൾ എനിക്കുള്ള റാഗിപ്പുട്ട് റെഡിയാക്കുകയാണ്. ഞാൻ ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു, കഴിഞ്ഞ വീഡിയോസിലൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ. അപ്പം ഡയറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് തന്നെ ഈ അരിപ്പുട്ടൊന്നും കഴിക്കരുതെന്നാണ് പറഞ്ഞേക്കുന്നത് നമ്മുടെ ട്രെയിനർ. അപ്പം അരിപ്പുട്ടും അതുപോലെ തന്നെ അതിൻ്റെ അകത്ത് ചോറും ഒക്കെ ഇല്ലേ, അതുകൊണ്ട് ഞാൻ റാഗിയുടെ പുട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ റാഗിപ്പൊടി എടുത്ത് കുറച്ച് പച്ചവെള്ളത്തിൽ നനച്ചെടുക്കുകയാണ്. ഞാൻ ഇതിൽ ഉപ്പിടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കഴിക്കുന്ന കറിയിൽ ഉപ്പുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തു. ഉപ്പിടാൻ മറന്നുപോയി. ആദ്യം നമ്മൾ അരിപ്പുട്ടിൽ ഉപ്പിട്ട ഓർമ്മയിൽ റാഗിയിൽ ഉപ്പിട്ടെന്ന് ഓർത്തു. ഉപ്പിട്ടില്ല, കഴിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത്. പിന്നെ ഇതുപോലെ റാഗിപ്പുട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നനച്ചെടുത്തിട്ട് മിക്സിയിലിട്ട് ഒന്നുകൂടെ അടിച്ചെടുക്കും. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടുവേ. അപ്പോൾ അത് റെഡിയാക്കി വെച്ചു. പിന്നെ കുറച്ച് തേങ്ങ തിരുമ്മിയെടുത്തു. എനിക്ക് മടിയുള്ള പരിപാടിയാണ്. പിന്നെ പുട്ടിനെങ്ങനെ തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കുന്നത്, ഇടിയപ്പത്തിനൊക്കെ ആണെങ്കിൽ കഴിവതും തേങ്ങ ഇല്ലാതെ ഉണ്ടാക്കാൻ നോക്കും. അങ്ങനെ ഇതാ പുട്ടിൻ്റെ മാവൊക്കെ പുട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പുട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. അടുത്തത് നമ്മൾ റാഗിപ്പുട്ടും കൂടെ അതുപോലെ തന്നെ കുറ്റിയിൽ വെച്ചിട്ട് വേവിച്ചെടുത്തു. എനിക്ക് പെട്ടെന്ന് വിശന്നു. അപ്പോൾ ഒരു കുറ്റി അരിപ്പുട്ട് ഉണ്ടാക്കിയിട്ട് പിന്നെ റാഗിപ്പുട്ട് വെച്ചു. അങ്ങനെ ഇതാ നമ്മുടെ റാഗിപ്പുട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനൊരു പകുതി പുട്ട് എടുത്തുള്ളൂ കേട്ടോ. റാഗിപ്പുട്ടല്ലേ പെട്ടെന്ന് വയറ് നിറയും. അപ്പോൾ ഒരു പകുതി പുട്ട് എടുത്തിട്ടുണ്ട്. റാഗിപ്പുട്ടായതുകൊണ്ട് തന്നെ കുറച്ച് തേങ്ങയൊക്കെ കൂടുതൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അല്ലെങ്കിൽ ഭയങ്കര മടിയായിരിക്കും കഴിക്കാനായിട്ട്. പഴം കൂട്ടി കഴിക്കാനാണ് എനിക്കിഷ്ടം. പിന്നെ രാവിലെ ഇതാ കടലയുള്ളതുകൊണ്ട് തന്നെ പിന്നെ കടല അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ കടലക്കറി കൂട്ടി. ഇന്നലത്തെ കടലക്കറി ആയത് കേട്ടോ. അപ്പോൾ ഇന്നലെ ഇന്നലത്തെ പാലപ്പത്തിന് മാവായിരുന്നു ഇന്ന് കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുത്തത്. അപ്പോൾ ഇന്നലത്തെ പാലപ്പത്തിന് കറിയായിട്ട് ഇതുപോലെ വെള്ള കടലക്കറിയാണ് വെച്ചത്. അപ്പോൾ അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ബീഫ് കൂട്ടിയില്ല, കടലക്കറി കൂട്ടിയിട്ട് ഞാൻ പുട്ട് കഴിച്ചേ. അപ്പോൾ നല്ല അടിപൊളി കടലക്കറിയും പുട്ടുമായിരുന്നു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. അതിന് ശേഷം കുറച്ച് പാലുണ്ടായിരുന്നു, അതങ്ങ് ഉറച്ച് വെക്കുകയാണ്. അപ്പോൾ ചൂട് പാലിനകത്തേക്ക് നല്ല കുറച്ച് ചൂട് വേണം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ കട്ട തൈരും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ഈ സമയമാകുമ്പം നല്ല അടിപൊളി തൈരായിട്ട് കിട്ടും. അപ്പോൾ തൈര് ഉറയ്ക്കാൻ വെച്ചു. അതിനുശേഷം നല്ല ചൂടുള്ള ജീരക വെള്ളമാണ്, അതൊരു ഗ്ലാസ് കുടിച്ചു. ചായ കുടിച്ചിട്ടില്ല, ചായ സ്കിപ്പ് ചെയ്യുകയാണ്. എന്നാന്ന് വെച്ചാൽ മധുരം ഇല്ലാതെ എനിക്ക് ചായ കുടിക്കുന്നത് ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ചായ ഒഴിവാക്കിയിട്ട് വെള്ളം കുടിക്കും, രാവിലെ ചൂടുവെള്ളം കുടിക്കും. അങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു. അതിനുശേഷം മോൾ എഴുന്നേറ്റ് വന്നു, നമ്മുടെ കുഞ്ഞു വാവ എഴുന്നേറ്റ് വന്നു. അപ്പോൾ അവൾക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് അവളുടെ ടേബിളെ വെച്ച് കൊടുത്തു. അങ്ങനെ അവൾ പുട്ട് കഴിക്കാൻ അവൾക്ക് മടിയാട്ടോ. അതുകൊണ്ട് തന്നെ അവൾക്ക് ഞാൻ പാലപ്പം ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ കൂടെ ഇതാ ബീഫ് കൊടുത്തിട്ടുണ്ട്. ബീഫ് ഇതാ അവൾ എടുക്കുന്നുണ്ട്, എങ്കിലും ഞാൻ പിച്ചിയൊക്കെ ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. അവൾ കഴിക്കുന്നൊക്കെ പറഞ്ഞ് കഴിക്കുകയാണ്. അപ്പം ഞാനിത് അവൾക്കെല്ലാം എടുത്ത് കൊടുക്കട്ടെ. മോൾക്ക് എന്ത് കൊടുത്താലും തന്നെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇതുപോലെ ബീഫൊക്കെ കൊടുക്കുമ്പോഴത്തേനും പിച്ചിട്ട് കൊടുക്കണ്ടേ. അപ്പോൾ ഞാനിതാ അവൾക്കുള്ള ഫുഡൊക്കെ കൊടുത്തു. അതിനുശേഷം നമ്മൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷനാണേ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് പരിപാടിയൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഓർത്ത വ്ളോഗ് ഉണ്ടല്ലോ എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ നമ്മുടെ ചേമ്പലയുടെയും
അതുപോലെ തന്നെ തണ്ടിൻ്റെയൊക്കെ ബാക്കിയില്ലായിരുന്നോ അതരിഞ്ഞ് തോരൻ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം മീൻ കറി വെച്ചിട്ടുണ്ട്. ഞങ്ങളിവിടെ പരവാന്നാണ് ഈ മീൻ പറയുന്നത്. പരവേന്നോ പ്രാഞ്ഞിൽ നിന്നോ അങ്ങനെ കേട്ടോ. പ്രാഞ്ഞിൽ എന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടിൽ എന്താ പറയുന്നതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ. അത് നമ്മൾ തേങ്ങയും മുളകും ഒക്കെ അരച്ചിട്ട് തേങ്ങ അരച്ചിട്ടുള്ളൊരു കറി വെച്ചു. അപ്പോൾ ഇതാ നമ്മുടെ പ്രാഞ്ഞിൽ കറി റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഉള്ളിയും കുറച്ച് ഉലുവയും കരിവേപ്പിലയും കുറച്ച് മുളക് പൊടിയൊക്കെ ഇട്ട് താളിച്ചും കൂടെ ഒഴിച്ചു. അപ്പം നല്ല അടിപൊളി കുടംപുളി ഇട്ടിട്ടുള്ള തേങ്ങ അരച്ച് നല്ല അടിപൊളി മീൻ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ മക്കൾക്കുള്ള മീൻ പൊരിക്കാനായിട്ട് വെച്ചു. അവർ കറി വെച്ച മീൻ കൂട്ടാൻ ഭയങ്കര മടിയാണ്. അപ്പോൾ 3 ആൾക്കും പൊരിക്കാനായിട്ട് മീൻ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മോൾക്കുള്ള മീൻ പൊരിച്ചെടുക്കുകയാണ്. പിന്നെ മൂത്തയാൾ ഐശുവിനും അയാനും ഉള്ള മീനൊക്കെ മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് ചുറ്റുപാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം കുഞ്ഞു മോൾക്കുള്ള മീനെ പൊരിച്ച് ചോറ് കൊടുക്കാൻ. അവൾക്ക് മീൻ പൊരിച്ചത് ഇഷ്ടമാണ് കേട്ടോ. മീൻ പൊരിച്ചത് നിർബന്ധമാണെന്ന് തന്നെ പറയാം. ചോറ് എടുക്കുമ്പോഴേ ചോദിക്കും മീൻ പൊരിച്ചതുണ്ടോ എന്ന്. അങ്ങനെ ഇത് അവൾക്കുള്ള മീൻ പൊരിച്ചതൊക്കെ എടുത്ത് ചോറൊക്കെ കൊടുത്തു. അതിന് ശേഷം കുളിപ്പീരൊക്കെ കഴിഞ്ഞ് ഒരു ചെറിയ ഉറക്കമൊക്കെ ഉറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് വൈകുന്നേരം ആയി. ഇപ്പോൾ ഒരു 4 മണിയായേ. അപ്പോൾ ഇതാ നമ്മുടെ മക്കൾ വരാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നിൽക്കുക. അപ്പോൾ അവൾ അവിടെ നിന്ന് കളിക്കുകയാണ് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവളുമായിട്ട് കുറച്ച് നേരം നടന്നു. കുറച്ച് അതുവഴി ഇതുവഴിയൊക്കെ നടന്നിട്ട് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കും. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ. ഭയങ്കരമായിട്ട് പോസ് ചെയ്തൊക്കെ തരും കേട്ടോ. കണ്ടോ ഈ ഞാൻ പറഞ്ഞു ആ ചെടിയുടെ ഇടയിൽ കൂടെ നോക്കാവോ ഉമ്മി വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ചെടിയുടെ ഇടയിൽ കൂടെ നോക്കുന്നതാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതിന് ശേഷം നമ്മുടെ മക്കൾ വന്നു കേട്ടോ. അങ്ങനെ 4 മണി കഴിഞ്ഞു. കുറച്ച് ഇന്ന് ലേറ്റായി. ഞങ്ങളെല്ലാം ഇറങ്ങുമ്പോഴേ മക്കൾ വരുന്ന ഒരു 4:15 ആയി അവർ വന്നപ്പോൾ. ഓട്ടോയിൽ പോകുന്ന ആ കുഞ്ഞുങ്ങളില്ലേ ആ മക്കൾ, അവർക്ക് എന്തോ ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുഞ്ഞുങ്ങൾ ഒരു 10-15 മിനിറ്റ് ലേറ്റായി. അങ്ങനെ നമ്മുടെ മക്കൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഇനിയിപ്പം അവരുടെ പരിപാടി അവർ ബാഗൊക്കെ വെച്ചു. ഇതൊക്കെ ഡ്രസ്സെല്ലാം മാറി അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു. മോന് മദ്രസ ഉണ്ടായിരുന്നു. അവൻ മദ്രസയിലൊക്കെ പോയി. ഇനിയിപ്പോൾ അവർ ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് വരട്ടെ. പിന്നെ നമുക്ക് കുറച്ച് ഇടവേള എടുത്തിട്ട് രാത്രിയിൽ ഡിന്നർ കാണാം. അങ്ങനെ നമ്മളിതാ വൈകുന്നേരം രാത്രിയായി. കുറച്ച് നേരത്തെ തന്നെ ഇപ്പോൾ രാത്രിയിലെ ഭക്ഷണം അങ്ങ് കഴിക്കാൻ നോക്കും കേട്ടോ. ഡയറ്റിംഗ് ഒക്കെ തുടങ്ങിയില്ലേ, കുറച്ചൊക്കെ അവർ പറയുന്നതൊക്കെ കേൾക്കണ്ടേ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ രാവിലത്തെ റാഗിപ്പുട്ടിൻ്റെ ബാക്കിയില്ലായിരുന്നു. ആ ഒരു പകുതി കൊണ്ട് മുട്ടയൊക്കെ ഇട്ടിട്ടുള്ള ഒരു മസാല പുട്ടങ്ങ് റെഡിയാക്കി. നല്ല ടേസ്റ്റ് അങ്ങനെ കഴിക്കാനായിട്ട്. രാവിലെ റാഗിപ്പുട്ട് കഴിച്ചു, വൈകുന്നേരം റാഗിപ്പുട്ട് എനിക്ക് ഭയങ്കര മടിയാണ്. അപ്പം ഞാൻ പിന്നെ ഓർത്തു നമ്മുടെ റാഗിപ്പുട്ട് നന്നായിട്ട് നനച്ചു, ഒന്ന് പൊടിച്ചിട്ട് നനച്ചെടുത്തു. എന്നിട്ട് പാൻ വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. കടുക് കുറച്ച് വെളിച്ചെണ്ണ കേട്ടോ, ഒത്തിരി എണ്ണ ഒഴിക്കത്തില്ല. തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചു. സവോള ചെറുതായിട്ട് അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞത് കറിവേപ്പില അരിഞ്ഞതൊക്കെ ഇട്ടു. ഒന്ന് വഴറ്റിയെടുത്ത് കുറച്ച് മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇട്ടു. എന്നിട്ട് നടുക്കായിട്ട് കുറച്ച് മുട്ടയൊന്ന് പൊട്ടിച്ച് വെച്ചു. ഒരു മുട്ട പൊട്ടിച്ച് വെച്ച് നന്നായിട്ട് ചിക്കി എടുത്തിട്ട് ഈ റാഗിയുടെ പുട്ടില്ലേ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ നല്ല മസാല റാഗി പുട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈസിയായിട്ട് റെഡിയാക്കാൻ പറ്റും. അതിൻ്റെ റെസിപ്പി ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഇത് പോയി റെഡിയാക്കിയത്. അപ്പോൾ അവരെ പഠിപ്പിക്കണം, അതിൻ്റെ കൂടെ റെഡിയാക്കണം. അതുകൊണ്ട് തന്നെ അത് പറ്റിയില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് അതൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞു. കുറച്ച് കുക്കുമ്പറും ക്യാരറ്റും ഒക്കെ നൈസായിട്ടായിരുന്നു, അതുകൂടെ കഴിച്ചു. ഫുഡൊക്കെ കഴിഞ്ഞു. മക്കളെ പഠിപ്പിക്കാൻ ഇരുത്തിയേ. ഇനി നമുക്ക് മോളുടെ ഒരു കവിതയുണ്ട്, അതുകൂടെ കേൾക്കാം. ശ്രമിക്കുന്ന പിഞ്ചിലം ചുണ്ടിന്മേലമ്മിഞ്ഞ പാലോടൊപ്പം അമ്മേ എന്നുള്ള 2 അക്ഷരമല്ലയോ സമ്മേളിച്ചിടുന്നതൊന്നാമതായി. മറ്റുള്ള ഭാഷകൾ കേവലം മർത്യനു പെറ്റമ്മ തൻ ഭാഷ താൻ. മാതാവിൻ വാത്സ്യം തുക്കന്നുകനാലെ പൈതങ്ങൾ പൂർണ്ണ വളർച്ച നേടൂ. അമ്മ താൻ തന്നെ പകർന്നു തരുമ്പോഴേ നമുക്ക് അമൃതായി തോന്നൂ. ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും കൃത്തിൽ പതിയണമെങ്കിൽ സ്വഭാഷകൻ വക്രത്തിൽ നിന്നുരാൻ കേൾക്കവേണം. സ്വഭാഷകൻ ശ്രീകരം ഓരോന്ന് മുഴുത്തനായി ചേരുന്നു ചിത്തതാരിൽ. അന്യബന്ധുക്കളോ കൽബഹഭാഗമേ നിന്നിച്ചു നിൽക്കുന്ന തുമുത്തുകൾ. വള്ളത്തോൾ നാരായണ മേനോൻ. തോറ്റോടിയ പട മാറ്റല ബാണകങ്ങളും ഉടനുടനേറ്റു മുറിഞ്ഞു മറിഞ്ഞത വീണു. ഏറ്റുതിരിപ്പാനെഴുതല്ലാഞ്ഞവരേറ്റം ഭൂമിയിൽ വീണ്ടും ഉരണ്ടു. ഓടിച്ചെന്ന് മരങ്ങളുടെ മൂട്ടിൽ മൂടിയൊളിച്ചു ചരിച്ചാലുടനെ മലയുടെ ഗുഹയിൽ ചെന്നു കിടന്നാൽ ചില നേരം പ്രാണഭയത്താൽ വലിയൊരു പുലി വന്നടിയും കൂട്ടി തലയും കൊണ്ട് തിരിച്ചാനപ്പോൾ കലയും മാനും വരുമൊരു മാർഗെ വലയും കെട്ടി
കാട്ടാളന്മാർ മലയിലൊളിച്ച് പാർക്കും നേരം വലയിൽ ചെന്നു വലഞ്ഞാലൊരുവൻ വലയിൽ പെട്ടതു കണ്ടൊരു വേടൻ കലയെന്നോർത്തൊരു ബാണമയച്ചാൽ തലയിൽ കൊണ്ട് തറച്ചത് കണ്ടാൽ മലയൻ വന്ന് നോക്കും നേരം കലയിൽ വന്നൊരു വലിയൊരു തടിയൻ മലയാളത്തിലെ മനുഷ്യനൊരുവൻ. കുഞ്ചൻ നമ്പ്യാർ.